2005 ഇറങ്ങിയ ഒരു അടിപൊളി ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമയാണ് വാർ ഓഫ് ദി വേൾഡ്സ്. ഏലിയൻസ് ഭൂമിയെ അവരുടേതാക്കി മാറ്റാൻ വരുന്നതും അവരെ ഒരു രീതിയിലും എതിർക്കാൻ പറ്റാതെ മനുഷ്യർ കഷ്ടപ്പെടുന്നതും അവസാനം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏലിയൻസിനെ എല്ലാം കൊന്നുകളയുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ചുവന്ന ബട്ടൺ കാണും, അതിൽ പിടിച്ചൊരു കുത്തു കൊടുക്കണം. ഓക്കെ, ഇനി നിങ്ങൾ നേരത്തെ അതിലിട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി വീണ്ടും അതിലിട്ട് കുത്താൻ നിൽക്കേണ്ട. അതിന് പകരം നിങ്ങൾ ആ ലൈക്ക് ബട്ടണിലിട്ട് കുത്തിയാൽ മതി. അപ്പോൾ ശരി, വീഡിയോയിലോട്ട് പോവാം. ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസോടുകൂടെയാണ് സിനിമ തുടങ്ങുന്നത്. മനുഷ്യരെക്കാൾ ഇന്റലിജന്റ് ആയിട്ടുള്ള അന്യഗ്രഹ ജീവികൾ നമ്മുടെ ലോകത്തിനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതാരും തന്നെ വിശ്വസിക്കില്ല. പക്ഷേ ഒരു മനുഷ്യൻ മൈക്രോസ്കോപ്പിലൂടെ ബാക്ടീരിയകളെ നോക്കുന്നത് പോലെ അന്യഗ്രഹ ജീവികൾ പണ്ട് മുതലേ മനുഷ്യരെ നിരീക്ഷിച്ചിരുന്നു. നമ്മെ എതിർക്കാൻ ആരുമില്ലെന്ന ധൈര്യത്തോടെ ഭൂമിയെ മുഴുവൻ മനുഷ്യൻ കീഴടക്കി. എന്നാൽ ബഹിരാകാശത്തിലെ ഒരുപാട് വിദൂരങ്ങളിലുള്ള അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഭൂമിയെ അസൂയയോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പതിയെ പതിയെ ഭൂമിയെ കീഴടക്കാനുള്ള പദ്ധതികളും വിഭാവനം ചെയ്തു. ഇനിയാണ് കഥ തുടങ്ങുന്നത്. യുഎസിലെ ന്യൂ ജേഴ്സിയിലാണ് കഥ നടക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ റേ ഒരു ഷിപ്പ്യാർഡിൽ ജോലി ചെയ്യുകയായിരുന്നു. കപ്പലുകളിലേക്ക് കണ്ടെയ്നേഴ്സ് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതുമാണ് അവന്റെ ജോലി. ജോലി തീർന്നപ്പോൾ അവന്റെ ബോസ് വന്നിട്ട്, ഇന്നൊരുത്തൻ ജോലിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് നിനക്ക് കുറച്ചു നേരം കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. പക്ഷെ അതൊന്നും എന്റെ വിഷയമല്ലെന്ന് പറഞ്ഞ് റേ വീട്ടിലേക്ക് പോയി. വീട്ടിൽ അവനെയും കാത്ത് അവന്റെ എക്സ് വൈഫ് നിൽപ്പുണ്ടായിരുന്നു. അവൾ അവളുടെ പാരന്റ്സിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുന്നേ കുട്ടികളെ റേയുടെ പക്കലാക്കിയിട്ട് പോകാനാണ് അവൾ കാത്തു നിന്നത്. റോബിയാണ് മൂത്തവൻ, രണ്ടാമത്തേത് റേച്ചൽ. റേയെ കണ്ടതും റേച്ചൽ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ റോബിയോട് റേ ഹായ് പറഞ്ഞിട്ടും അവൻ കണ്ട ഭാവം നടിച്ചില്ല. സംഭവം റോബിക്ക് റേയെ ഒട്ടും ഇഷ്ടമല്ല. അതിന്റെ കാരണവും ശരിക്കും റേ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ നല്ലൊരു അപ്പനല്ല. എന്തായാലും പിള്ളേരുടെ പെട്ടികളൊക്കെ കൊണ്ട് അകത്ത് വെക്കാൻ എക്സ് വൈഫ് സഹായിച്ചു. റോബിക്ക് നാളെ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, അത് നീ ഒന്ന് ശ്രദ്ധിക്കണം. റേച്ചലിന് കൃത്യസമയത്തിൽ ആഹാരം കൊടുക്കണം എന്നൊക്കെ എക്സ് വൈഫ് റേയോട് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നീ പേടിക്കേണ്ടെന്ന് റേയും പറഞ്ഞു. അവള് പോയ ശേഷം നമുക്ക് ബോൾ കേച്ച് ചെയ്ത് കളിക്കാമെന്ന് പറഞ്ഞ് റേ വന്ന് പിള്ളേരെ വിളിച്ചു. റോബിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വിളിച്ചതല്ലേ എന്ന് കരുതി അവൻ പോയി. മുറ്റത്ത് നിന്നാണ് അവർ കളിക്കുന്നതിനിടയിൽ അവർ 3 പേരും പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കളിച്ച ശേഷം, ഇത് കഴിഞ്ഞാൽ നീ പോയി പ്രോജക്റ്റ് ചെയ്യണം, പ്രോജക്റ്റ് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നിന്റെ മാർക്ക് കുറയും, നമ്മൾ നിന്നെ സ്കൂളിൽ വിടുന്നത് തോൽക്കാനല്ലെന്നുമൊക്കെ റേ പറഞ്ഞു. അപ്പോൾ അതിന് പപ്പയ്ക്ക് എന്താ പ്രശ്നം? പപ്പയല്ലല്ലോ ഞങ്ങളെ കാശ് മുടക്കി സ്കൂളിൽ വിടുന്നതെന്ന് റോബി ചോദിച്ചു. അത് കേട്ടപ്പോൾ റേക്ക് ദേഷ്യം വന്നു. അവൻ വളരെ ശക്തിയോടെ ബോൾ എറിഞ്ഞു. അത് ക്യാച്ച് ചെയ്ത റോബിയുടെ കൈ വേദനിച്ചു. എനിക്കിവിടെ വരുന്നതേ ഇഷ്ടമല്ല, ഇനി ഒരാഴ്ച ഇയാളെ സഹിക്കണമല്ലോ എന്ന് പറഞ്ഞ് റോബിയും ദേഷ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ റേക്ക് വീണ്ടും ദേഷ്യം വന്നു. അവൻ കൂടുതൽ ശക്തിയോടെ ബോൾ എറിഞ്ഞു. പക്ഷെ ഇത്തവണ റോബി അത് ക്യാച്ച് ചെയ്തില്ല. അവൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറി. അങ്ങനെ ആ പന്ത് ചെന്ന് ജനാലയുടെ ചില്ല് തകർത്തു. എന്നിട്ട് റോബി വീട്ടിൽ കയറിപ്പോയി. അപ്പോൾ പപ്പ അവനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിങ്ങനെയല്ലെന്ന് റേച്ചൽ പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് റേയും അകത്ത് കയറിപ്പോയി. ഞങ്ങൾ ഇന്ന് കഴിക്കുമെന്ന് റേച്ചൽ ചോദിച്ചപ്പോൾ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കാൻ റേ പറഞ്ഞു. അത് കേട്ടയുടൻ അവൾ കുറെ പലഹാരങ്ങൾ അങ്ങ് ഓർഡർ ചെയ്തു. റേ വന്ന് നോക്കിയപ്പോൾ ആഹാരത്തിന് പകരം കുറെ പലഹാരങ്ങൾ. നല്ല വിശപ്പായതുകൊണ്ട് പിന്നെ വേറെ നിവൃത്തിയില്ലാതെ അത് തന്നെ അവനും കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ റോബിയെ വിളിച്ചു. പക്ഷെ അവൻ വിളി കേട്ടില്ല. അപ്പോൾ അവൻ പപ്പയുടെ കാറും എടുത്ത് എങ്ങോട്ടോ പോയെന്ന് റേച്ചൽ പറഞ്ഞു. അത് ശരിയാണോ എന്നറിയാൻ അവൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഷെഡിൽ കാറ് കാണുന്നില്ല. റേക്ക് വീണ്ടും അരിശം വന്നു. എന്നാൽ റേ പുറത്തിറങ്ങുന്ന സമയത്തിൽ റോഡിലുള്ള എല്ലാവരും അതിശയത്തോടെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് റേ ശ്രദ്ധിച്ചു. അത് കണ്ട് റേയും കൗതുകത്തോടെ ആകാശത്തിലേക്ക് നോക്കി. അപ്പോൾ വിചിത്രമായ വളരെ വലിയൊരു വൃത്താകൃതിയിലുള്ള മേഘം രൂപം കൊള്ളുന്നത് കണ്ടു. ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകാൻ പോവുകയാണ്. അത് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ അവൻ വീടിന് പുറകുവശത്തിൽ ചെന്ന് നോക്കി. ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. പക്ഷേ സാധാരണ മേഘത്തിൽ നിന്നും പുറത്തോട്ടാണ് കാറ്റ് വീശുന്നത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് മേഘത്തിലോട്ടാണ് കാറ്റ് വീശുന്നത്. അത് മാത്രമല്ല, സാധാരണ ഈ മാസത്തിൽ ഇതുപോലെ വലിയ കൊടുങ്കാറ്റൊന്നും വീശാറില്ല. അതുകൊണ്ട് ഈ കൊടുങ്കാറ്റ് തികച്ചും വിചിത്രമായിട്ട് അവനും തോന്നി. എങ്കിലും കാണാൻ വളരെ അത്ഭുതാവഹമായിട്ട് തോന്നിയതിനാൽ അവനുടനെ റേച്ചലിനെയും വിളിച്ച് കാണിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും ആരോ പിടിച്ചു നിർത്തിയതുപോലെ പെട്ടെന്ന് കാറ്റ് നിലച്ചു. എന്നിട്ട് മിന്നൽ അടിക്കാൻ തുടങ്ങി. വളരെ ശക്തമായ മിന്നലുകളായിരുന്നു അത്. ആദ്യമൊക്കെ അത് എല്ലാവരും കണ്ട് രസിച്ചുവെങ്കിലും തുടർച്ചയായിട്ട് മിന്നൽ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും പേടിയായി. റേയും റേച്ചലും വീട്ടിലേക്ക് ഓടിക്കയറി. ഒരേ സ്ഥലത്തിലാണ് മിന്നൽ അടിക്കുന്നത്. ഇത്രയും വലിയ മിന്നലൊക്കെ ഉണ്ടെങ്കിലും ഇതുവരേക്കും ഇടിവെട്ടുന്ന ശബ്ദം കേട്ടില്ല. അതും വളരെ വിചിത്രമായിട്ട് റേയ്ക്ക് തോന്നി. മിന്നലിന്റെ ശക്തി കൂടി വന്നപ്പോൾ പേടിച്ചിട്ട് റേയും റേച്ചലും കൂടെ ടേബിളിനടിയിൽ ഒളിച്ചിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മിന്നലെല്ലാം അവസാനിച്ചു. അപ്പോഴേക്കും വീട്ടിൽ കറണ്ടും പോയിരുന്നു. പക്ഷെ പിന്നെ നോക്കിയപ്പോൾ കറണ്ട് മാത്രമല്ല, ഇലക്ട്രോണിക് ഡിവൈസുകൾ എല്ലാം തന്നെ കേടായിരിക്കുന്നു. ഫ്രിഡ്ജും ലൈറ്റും മൊബൈൽ ഫോണും വാച്ച് പോലും വർക്കാകുന്നില്ല.
അവൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ എല്ലാവരുടെയും അവസ്ഥകൾ ഇതുതന്നെയാണ്. ഒരൊറ്റ വാഹനം പോലും ബാക്കിയില്ലാതെ എല്ലാം കേടായി കിടക്കുകയാണ്. റോബിയും ഉടനെ അവിടെ എത്തി. അവനെ കണ്ടപ്പോൾ റേയ്ക്ക് സമാധാനമായി. കാറ് ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടപ്പുണ്ടെന്നും മിന്നലടിച്ച സ്ഥലത്തിൽ ഒരു കുഴിയുണ്ടായെന്നും റോബി അവനോട് പറഞ്ഞു. വീട്ടിൽ നിന്റെ അനിയത്തി മാത്രമേയുള്ളൂ, അതുകൊണ്ട് നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ റേ പറഞ്ഞു. എന്നിട്ട് റേ നേരെ മിന്നലടിച്ച സ്ഥലത്തിലേക്ക് പോയി. പോകുന്ന വഴിയിൽ അവന്റെ ഒരു ഫ്രണ്ട് കാറ് ശരിയാക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അവരെന്തൊക്കെ ചെയ്തിട്ടും കാറ് ശരിയാകുന്നില്ല. അപ്പോൾ നീ ആ കാറിന്റെ സോളിനോയിഡ് മാറ്റിവെച്ച് നോക്ക്, ചിലപ്പോൾ ശരിയാകുമെന്ന് റേ പറഞ്ഞു കൊടുത്തു. ശേഷം വേറെയും 2 ഫ്രണ്ട്സിനെ കണ്ടു. ഇത് സോളാർ ഫ്ലെയർ ആയിരിക്കുമെന്ന് ഒരുത്തൻ പറഞ്ഞു. സൂര്യനിൽ നിന്നും വരുന്ന ഒരുതരം ഊർജ്ജ പ്രവാഹമാണ് സോളാർ ഫ്ലെയർ. അത് വന്ന് പതിച്ചാലും ഇതുപോലെ ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം കേടായി പോകും. എന്നാൽ ഇത് സോളാർ ഫ്ലെയർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ മിന്നലൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് മറ്റവൻ പറഞ്ഞു. ശേഷം അവർ സ്പോട്ടിലെത്തി. അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. പുക വരുന്നത് കണ്ട് ചുട്ടുപൊള്ളുന്ന ചൂടായിരിക്കുമെന്ന് കരുതി റേ ഒരു കല്ലെടുത്ത് നോക്കി. എന്നാൽ അത് ഐസ് പോലെ മരവിച്ചതായിരുന്നു. എല്ലാം തന്നെ തികച്ചും വിചിത്രമായിരിക്കുന്നു. എല്ലാവരും അതിശയത്തോടെ നോക്കി നിൽക്കുന്ന സമയത്തിൽ അവിടെ ഭൂമി കുലുങ്ങാൻ തുടങ്ങി. കുഴിക്കടിയിൽ എന്തോ അനങ്ങുന്നുണ്ട്. അത് കാരണമാണ് ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നുന്നത്. പെട്ടെന്ന് കുഴി കൂടുതൽ വലുതാകാൻ തുടങ്ങി. എല്ലാവരും പേടിച്ച് കുഴിയിൽ നിന്നും അകന്നു മാറി. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അത് വളരെ വലിയൊരു കുഴിയായി. അധികം വൈകാതെ നീരാളി പോലത്തെ വളരെ വലിയൊരു യന്ത്രം ആ കുഴിയിൽ നിന്നും കയറി വന്നു. ഇതുവരെ അങ്ങനൊരു യന്ത്രത്തിനെ ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. പ്രത്യക്ഷത്തിൽ അത് മനുഷ്യനിർമ്മിതമാണെന്ന് പോലും പറയില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. എല്ലാവരും ആ യന്ത്രത്തിനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. പെട്ടെന്ന് മെഷീനിൽ നിന്നും ലേസറുകൾ വെച്ച് വെടിവെക്കാൻ തുടങ്ങി. ലേസർ ഒരാളുടെ ദേഹത്ത് വന്ന് പതിച്ചാൽ അയാൾ ആ സെക്കൻഡിൽ തന്നെ പൂർണ്ണമായും പൊടിഞ്ഞ് ഭസ്മമായി പോകും. എല്ലാവരും ഭയന്ന് വിറച്ച് ജീവനും കൊണ്ട് ചിതറിയോടി. റേയും വേഗം വീട്ടിലേക്കോടി. ഓടുന്നതിനിടയിൽ പലരും ഭസ്മമാകുന്നുണ്ട്. ഒടുവിൽ വീട്ടിൽ വന്നപ്പോഴേക്കും അവന്റെ ദേഹം മുഴുവൻ ഭസ്മം കൊണ്ട് മൂടിയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പിള്ളേര് റേയോട് ചോദിച്ചു. പക്ഷെ അവൻ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇനി പിള്ളേരെയും കൂടെ പേടിപ്പിക്കേണ്ടെന്ന് കരുതി അവനൊന്നും പറഞ്ഞില്ല. ശേഷം അവൻ ചെന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും ഇറങ്ങണമെന്നും പറഞ്ഞ് റേ ഒരു ബോക്സിൽ അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ തുടങ്ങി. കാരണം നേരത്തെ കണ്ട മെഷീൻസ് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് റേയ്ക്ക് അറിയാം. റേയുടെ പരിഭ്രാന്തി കണ്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ടെൻഷനായി. പക്ഷെ അവരെത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞില്ല. പിള്ളേര് കാണാതെ അവനൊരു തോക്കും എടുത്ത് കയ്യിൽ കരുതി. എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ നേരത്തെ കണ്ട ഫ്രണ്ടിന്റെ പക്കലെത്തി. റേ പറഞ്ഞു കൊടുത്തതുപോലെ അയാൾ സോളിനോയിഡ് മാറ്റി കാറ് ശരിയാക്കിയിട്ടുണ്ട്. അവൻ പിള്ളേരെ കാറിൽ കയറ്റി. എന്നിട്ട് അവനും കയറി. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് നീ ഇതെന്താ കാണിക്കണേ, കാറിൽ നിറങ്ങടാ എന്ന് റേയോട് പറഞ്ഞു. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, നീ പെട്ടെന്ന് വണ്ടിയിൽ കയറുന്ന റേ പറഞ്ഞു. പക്ഷെ അയാൾ റേയോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ അയാളുമായിട്ട് തർക്കിക്കുന്നതിനിടയിൽ അവിടെ മെഷീൻ എത്തി. അത് കെട്ടിടങ്ങളെയെല്ലാം തകർക്കാനും ആൾക്കാരെ ഭസ്മമാക്കാനും തുടങ്ങി. പെട്ടെന്ന് റേ വണ്ടിയെടുത്തു. എന്നിട്ട് വളരെ വേഗം അവിടെ നിന്നും പോയി. അവര് പോയതിന് തൊട്ടു പിന്നാലെ ഫ്രണ്ടും ലേസർ അടിച്ച് ഭസ്മമായി പോയി. ഒരിടത്തും നിർത്താതെ വേഗത്തിൽ തന്നെ റേ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. കാരണം ഇവരുടെ കാറ് മാത്രമാണ് വർക്ക് ആകുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും നിർത്തിയാൽ ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ വണ്ടിയിൽ കയറാൻ ശ്രമിക്കും. ഇതെല്ലാം കണ്ടപ്പോൾ റേച്ചൽ ആണെങ്കിൽ ആകെ പേടിച്ച് കിടന്ന് വിളിക്കാൻ തുടങ്ങി. ഉടനെ റോബി അവളെ സമാധാനപ്പെടുത്തി. എന്നിട്ട് എന്താണ് നടക്കുന്നതെന്ന് റോബി റേയോട് ചോദിച്ചു. നമ്മളെ ആരോ അറ്റാക്ക് ചെയ്യുകയാണെന്ന് റേ പറഞ്ഞു. ഏത് രാജ്യമാണ് അറ്റാക്ക് ചെയ്യുന്നത്? മേ ബി ടെററിസ്റ്റുകളായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മറ്റു രാജ്യങ്ങളോ ടെററിസ്റ്റുകളോ അല്ല, ഇത് ഈ ലോകത്തിലുള്ളവരെ അല്ല, ഏതോ ഏലിയൻസ് ആണെന്ന് റേ പറഞ്ഞു. ശേഷം നേരെ എക്സ്-വൈഫിന്റെ വീട്ടിലേക്കാണ് അവര് പോയത്. എന്നാൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ആരെയും കാണാതെ വന്നപ്പോൾ അമ്മ മരിച്ചു പോയോ എന്ന് റേച്ചൽ ചോദിച്ചു. മരിച്ചിട്ടൊന്നുമില്ല, അമ്മ ബോസ്റ്റണിൽ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് റേ പറഞ്ഞു കൊടുത്തു. ഇവിടെ കറണ്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇന്നിവിടെ തങ്ങാമെന്ന് റേ തീരുമാനിച്ചു. ശേഷം കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. റോബി അത്യാവശ്യ സാധനങ്ങൾ എടുത്തു വെച്ച ബോക്സിൽ അത്യാവശ്യ സാധനങ്ങളും ഭക്ഷണവും ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. ഇതെന്തോന്നാണ് എടുത്തു വെച്ചേക്കുന്നതെന്ന് ചോദിച്ച് റേ ദേഷ്യപ്പെട്ടു. പിന്നെ നോക്കിയപ്പോൾ അവിടെ ബ്രെഡും പീനട്ട് ബട്ടറും ഇരിക്കുന്നത് കണ്ടു. അവൻ അതെടുത്ത് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് കരുതി. എന്നാൽ റേച്ചലിന് പീനട്ട് ബട്ടർ അലർജിയാണ്. മകളുടെ അലർജിയെക്കുറിച്ച് പോലും അവൻ അറിയില്ല. നല്ല തന്ത. എങ്കിൽ പിന്നെ നീ ബ്രെഡ് മാത്രം കഴിക്കാൻ റേ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ വേണ്ടെന്ന് റേച്ചല് പറഞ്ഞു. റേച്ചല് കഴിക്കാത്തത് കൊണ്ട് പിന്നെ റോബിയും കഴിച്ചില്ല. അവര് രണ്ടുപേരും കഴിക്കാത്തതുകൊണ്ട് റേയും കഴിച്ചില്ല. ശേഷം അവരെല്ലാം കൂടെ ഉറങ്ങാൻ പോയി. മുകളിൽ കിടന്നാൽ സേഫ് ആയിരിക്കില്ലെന്ന് കരുതി ബേസ്മെന്റിലാണ് അവർ കിടന്നത്. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്തിൽ പുറത്തെന്തോ ശബ്ദങ്ങൾ കേട്ട് അവർ ഉണർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ശബ്ദം കൂടി വന്നു. എന്തോ വിചിത്രമായ ജീവികളുടെ ശബ്ദവും കേൾക്കാം. കുറച്ചു കഴിഞ്ഞതും പുറത്ത് വലിയ വിസ്ഫോടനങ്ങളുടെ ശബ്ദങ്ങളും കേട്ടു. ആ വിസ്ഫോടനങ്ങളിൽ നിന്നുമുള്ള തീയും പുകയും ബേസ്മെന്റിൽ വരെ എത്തി. 3 പേരും ശരിക്കും പേടിച്ചുപോയി. കുറെ നേരത്തിന് ശേഷം എല്ലാ ശബ്ദങ്ങളും അവസാനിച്ചു. പിന്നെ അവര് വീണ്ടും കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ വീട് മുഴുവൻ തകർന്നു കിടക്കുന്നതാണ് റേ കണ്ടത്. സംഭവം അവിടെ ഒരു വലിയ വിമാനം വന്ന് തകർന്നു വീണതാണ്. അതിന്റെ ശബ്ദങ്ങളാണ് കഴിഞ്ഞ രാത്രി അവര് കേട്ടത്. തകർന്നു കിടക്കുന്ന വിമാനത്തിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ ചിലരവിടെ അരിച്ചു പറക്കുന്നുണ്ട്.
വെള്ളമോ ബാറ്ററികളോ ടോർച്ച് ലൈറ്റുകളോ മെഡിക്കൽ കിറ്റുകളോ അങ്ങനെ എന്ത് കണ്ടാലും ആൾക്കാരൊക്കെ അതെടുത്ത് കരുതി വെക്കുകയാണ്. അതിനിടയിൽ ചില ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കണ്ടു. അവരോട് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഏലിയൻസിന്റെ മെഷീൻസ് ന്യൂ ജേഴ്സിയിൽ മാത്രമല്ല ലോകമെമ്പാടുമുണ്ട്. ലോകം മുഴുവൻ ഇപ്പോൾ ദുരിതത്തിലാണ്. ഭൂമിയിലെ ഒരിടവും സേഫ് അല്ല. ഏലിയൻസിന്റെ മെഷീനുകൾ ഭൂമിക്കടിയിൽ നിന്നുമാണ് വന്നത്. അങ്ങനെയെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഏതോ അന്യഗ്രഹ ജീവികൾ ഈ മെഷീൻസിനെ എല്ലാം ഭൂമിയിൽ വന്ന് കുഴിച്ചിട്ടതാണ്. നേരത്തെ കണ്ട മാരകമായ മിന്നലുകൾ മെഷീൻസ് കുഴിച്ചിട്ടിരുന്ന എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചിരുന്നു. മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നത് ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പുകളായിരുന്നു. സ്പേസ്ഷിപ്പുകളിൽ നിന്നും ഈ മിന്നലുകളിലൂടെയാണ് അവർ ഭൂമിക്കടിയിലേക്ക് പോയത്. മെഷീൻസിന് ചുറ്റും ഒരുതരം ഷീൽഡ് ഉണ്ട്. അത് കാരണം നമ്മുടെ ഒരു തരത്തിലുമുള്ള ആയുധങ്ങൾക്കും അവയെ തൊടാൻ പോലും പറ്റുന്നില്ല. മെഷീൻസിന്റെ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ ആയുധങ്ങളും തകർന്നു പോവുകയാണ്. പക്ഷെ അവരെന്തിനാണ് ഭൂമിയെ ആക്രമിക്കുന്നതെന്നോ ഇത്രയും നാൾ ആക്രമിക്കാത്തത് എന്താണെന്നോ അവരെവിടെ നിന്നും വന്നതാണെന്നോ ഒന്നും തന്നെ ആർക്കും അറിയില്ല. അങ്ങനെ എല്ലാം ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവന് പറഞ്ഞു കൊടുത്തു. അവർ സംസാരിക്കുന്നതിനിടയിൽ അകലെ മെഷീൻസിന്റെ ശബ്ദം കേട്ടു. ഉടനെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവരുടെ വണ്ടിയിൽ കയറി അവിടെ നിന്നും പോയി. സമയം കളയാതെ റേയും പിള്ളേരെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. X5ന്റെ പക്കൽ ബോസ്റ്റണിലേക്കാണ് അവര് പോകുന്നത്. യാത്രക്കിടയിൽ നമ്മളിങ്ങനെ പേടിച്ചോടാതെ തിരിച്ച് ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആ ഏലിയൻസിനെ മുഴുവൻ നമ്മൾ കൊല്ലണം എന്നൊക്കെ റോബി പറഞ്ഞു. കോൾ ഓഫ് ഡ്യൂട്ടിയിൽ 4 പേരെ കൊല്ലുന്നത് പോലെ ആയിരിക്കും ഇതെന്നാണ് റോബി വിചാരിക്കുന്നത്. പൊട്ടാൻ. എന്തായാലും കുറെ ദൂരം പോയപ്പോൾ എനിക്ക് മുള്ളാൻ മുട്ടുന്നു എന്ന് റേച്ചല് പറഞ്ഞു. അങ്ങനെ ഒരിടത്ത് വണ്ടി നിർത്തി. ആ സമയത്തിൽ അതുവഴി ഒരു കൂട്ടം പട്ടാളക്കാർ വന്നു. ഉടനെ എന്നെയും കൂടെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോ, ഞാനും നിങ്ങൾക്കൊപ്പം ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് റോബി വിളിച്ചു കൂകാൻ തുടങ്ങി. റോഡിന്ന് മാറിയിടാ ഇറക്കുക എന്നും പറഞ്ഞിട്ട് മിലിറ്ററിക്കാരവനെ മൈൻഡ് ചെയ്യാതെ പോയി. നിനക്കെന്താ പ്രാന്ത് പിടിച്ചാ എന്ന് റേ ചോദിച്ചപ്പോൾ ഇവരുടെ പിന്നാലെ നമ്മളും പോകണം, എന്നിട്ട് അവരുടെ കൂടെ നമ്മളും ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവൻ ബഹളം വെച്ചു. അപ്പൊ നിന്റെ അനിയത്തിയുടെ കാര്യമോ, അവളെയും കൂടി മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ കൊണ്ടുപോകണോ എന്ന് റേ ചോദിച്ചു. അപ്പോൾ പപ്പ ഇന്ന് മുതലേ നമ്മളെ കുറിച്ച് കെയർ ചെയ്യാൻ തുടങ്ങിയത്. പപ്പ വെറും സെൽഫിഷാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ലേ പപ്പയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മളെ എത്രയും വേഗം ഒഴിവാക്കാനല്ലേ ആദ്യം അമ്മയുടെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. ഇപ്പോഴും നമ്മളെ ഒഴിവാക്കാനല്ലേ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. നമ്മളെ കെയർ ചെയ്യുന്നതായിട്ട് പപ്പ വെറുതെ അഭിനയിക്കുകയെന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് റോബി ദേഷ്യപ്പെട്ടു. അവസാനം നീ പോയാൽ പിന്നെ എന്നെ ആര് നോക്കുമെന്ന് റേച്ചൽ വന്ന് ചോദിച്ചപ്പോഴാണ് അവൻ അടങ്ങിയത്. അങ്ങനെ അവർ വീണ്ടും യാത്രയായി. റോബി പറഞ്ഞതൊക്കെ ഏതാണ്ട് സത്യമാണ്. റേയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഇഷ്ടം. പിള്ളേരെ എത്രയും വേഗം ഒഴിവാക്കാൻ തന്നെയാണ് അവൻ ശ്രമിക്കുന്നത്. പക്ഷേ അവന് മക്കളോട് സ്നേഹമുണ്ട്, അവരെ കെയറും ചെയ്യുന്നുണ്ട്. കുറെ ദൂരം പോയപ്പോൾ റോബിയുടെ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി നീ ഡ്രൈവ് ചെയ്തു എന്നും പറഞ്ഞ് റോബിയെ ഡ്രൈവിംഗ് ഏൽപ്പിച്ചു. റോബിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് രാത്രി അവരൊരു സ്ഥലത്തെത്തിയപ്പോൾ കുറെ പേര് നടന്നു പോകുന്നത് കണ്ടു. ഉടനെ റേയ്ക്ക് പന്തികേട് തോന്നി. റോബിയെ മാറ്റിയിട്ട് അവൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. കാറ് കണ്ടതും എന്നെയും കൂടെ വണ്ടിയിൽ കയറ്റുമോ എന്നും പറഞ്ഞ് എല്ലാവരും കാറിന് ചുറ്റും കൂടി. എല്ലാവരെയും തട്ടിമാറ്റി മുന്നോട്ട് പോകാമെന്ന് കരുതി. പക്ഷെ ഇടയ്ക്കൊരു പോസ്റ്റിൽ ചെന്നിടിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ റേയെയും പിള്ളേരെയും വലിച്ച് പുറത്തിട്ടു. അവൻ പെട്ടെന്ന് തോക്കെടുത്ത് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി. പക്ഷെ മറ്റൊരാളുടെ കയ്യിലും തോക്കുണ്ടായിരുന്നു. അയാൾ പുറകിലൂടെ വന്ന് തോക്ക് ചൂണ്ടി റേയുടെ തോക്ക് പിടിച്ചു വാങ്ങിച്ചു. അങ്ങനെ അവരുടെ വണ്ടി അവർക്ക് നഷ്ടമായി. ശേഷം കുറെ പേര് കാറിൽ ഇടിച്ചു കയറി പോകുന്നത് കാണാം. പിന്നെ 3 പേരും കൂടെ ബാക്കിയുള്ളവർക്കൊപ്പം നടക്കാൻ തുടങ്ങി. സമീപമുള്ള ഒരു ഹാർബറിലേക്കാണ് എല്ലാവരും പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരു റെയിൽവേ ക്രോസിലെത്തി. കുറച്ചു കഴിഞ്ഞതും അതുവഴി ഒരു ട്രെയിൻ വളരെ വേഗത്തിൽ ചീറിപ്പാഞ്ഞുപോയി. ട്രെയിൻ മുഴുവൻ പൂർണ്ണമായും തീ കത്തുകയായിരുന്നു. ഇത്രയും തീവ്രമായ തീ കാരണം ട്രെയിനിനുള്ളിൽ ഒരൊറ്റ മനുഷ്യൻ പോലും ജീവനോടെ ഉണ്ടായിരിക്കില്ല. വീണ്ടും കുറച്ച് മണിക്കൂറുകളുടെ നടത്തത്തിന് ശേഷം അവർ ഹാർബറിലെത്തി. അവിടെ ഒരു വലിയ ബോട്ട് നിൽപ്പുണ്ട്. ഒരുപാട് പേർക്ക് അതിൽ കയറാം. അങ്ങനെ റേയും പിള്ളേരും കൂടെ ബോട്ടിലേക്ക് കയറാൻ നിന്ന സമയത്തിൽ അകലിൽ നിന്നും മെഷീൻസ് വരുന്നത് കണ്ടു. പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടെ ബോട്ടിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. പക്ഷേ എല്ലാവരും കയറുന്നതിന് മുന്നേ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ചിലരൊക്കെ ബോട്ടിലേക്ക് ചാടി കയറാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് ബോട്ട് എടുക്കുന്നതിന് തൊട്ടു മുന്നേ കൃത്യസമയത്തിൽ റേയും പിള്ളേരും ബോട്ടിൽ കയറി. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതിയപ്പോഴാണ് ബോട്ടിന് സമീപം വെള്ളത്തിനടിയിലൂടെ ഒരു മെഷീൻ ഉയർന്നു വന്നത്. അത് ബോട്ടിനെ മറിച്ചിട്ടു. എല്ലാവരും നീന്തി രക്ഷപ്പെടാൻ നോക്കി. അപ്പോൾ അത് എല്ലാവരെയും ആക്രമിച്ചു. എല്ലാവരെയും ലേസർ കൊണ്ട് കൊന്നുകളയുന്നതിന് പകരം ചിലരെയൊക്കെ മെഷീൻസ് പിടിച്ചുള്ളിലാക്കുന്നുണ്ട്. റേയും പിള്ളേരും നീന്തി രക്ഷപ്പെട്ടു. അവര് മാത്രമല്ല കുറെ പേര് രക്ഷപ്പെട്ടു. എല്ലാവരും കൂടെ വീണ്ടും യാത്ര തുടർന്നു. കുറെ ദൂരം പോയപ്പോൾ മിലിറ്ററിക്കാരും മെഷീൻസുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തി. അത് കണ്ടതും റോബി അങ്ങോട്ടേക്ക് ഓടി. റേ അവനെ ഓടിച്ചിട്ട് പിടിച്ചു. റേച്ചലിനെ ഒരു മരച്ചുവട്ടിൽ നിർത്തിയിട്ടാണ് റേ അവന്റെ പിന്നാലെ ഓടിയത്. നിന്റെ അനിയത്തിയെ ഓർത്തിട്ടെങ്കിലും എന്റെ കൂടെ വരാൻ റേ അവനോട് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും എത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നാണ് റോബി പറയുന്നത്. അവനുമായിട്ട് തർക്കിക്കുന്നതിനിടയിൽ 2 പേര് റേച്ചലിനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. ഇത്രയും അപകടമുള്ള സ്ഥലത്തിൽ കൊച്ചു തനിയെ നിൽക്കുന്നത് കണ്ടിട്ട് പാവം തോന്നി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരവളെ പിടിച്ചോണ്ട് പോകാൻ നോക്കിയത്.
ഈ തലയ്ക്ക് സുഖമില്ലാത്തവനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ എന്റെ കൊച്ചു കൈവിട്ട് പോകുമെന്ന് തോന്നിയപ്പോൾ എങ്ങോട്ടെങ്കിലും പോയി തൊലയട്ടെന്ന് കരുതി റേ അവനെ വിട്ടു. എന്നിട്ട് ഓടിച്ചെന്ന് കൊച്ചിനെ രക്ഷിച്ചു. റോബി യുദ്ധം നടക്കുന്നിടത്തോട്ട് പോയതും അവിടെ വലിയൊരു വിസ്ഫോടനമുണ്ടായി. അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായി. മെഷീൻസ് വരുന്നത് കണ്ട് റേ കൊച്ചിനെയും കൊണ്ട് അവിടെ നിന്ന് ഓടി. ഓടുന്നതിനിടയിൽ ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് ഒരുത്തൻ അവന്റെ വീട്ടിലേക്ക് റേയെ വിളിച്ചു കയറ്റി. ഹാർലൻ എന്നാണ് ഇയാളുടെ പേര്. റോബിയെ നഷ്ടമായതിന്റെ ഷോക്കിലാണ് റേയും റേച്ചലും. അവൻ മരിച്ചു കാണുമോ എന്ന് റേച്ചൽ ചോദിച്ചു. തീർച്ചയായും അവൻ മരിച്ചിട്ടുണ്ടാകില്ല. നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിലെത്തുമ്പോൾ അവനും അവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് റേ അവളെ ആശ്വസിപ്പിച്ചു. ശേഷം ഹാർലനുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചു. ഈ ഹാർലൻ ശരിക്കും റോബിയുടെ വേറൊരു ഐറ്റമാണ്. മെഷീൻസിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടായിരിക്കും, അത് കണ്ടുപിടിച്ചാൽ നമുക്ക് അവരെ നശിപ്പിക്കാൻ കഴിയും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അതൊക്കെ കേട്ടപ്പോൾ ഏത് നേരത്തിലാണാവോ ഈ പ്രാന്തന്റെ മുന്നിൽ വന്ന് പെടാൻ തോന്നിയതെന്ന് റേ ചിന്തിച്ചു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മെഷീൻസിന്റെ അറ്റാക്കിൽ ഹാർലന്റെ കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടിരുന്നു. ഹാർലൻ ഇപ്പോഴും അതിന്റെ ഷോക്കിലാണ്. ഷോക്ക് എന്നതിലുപരി അവൻ ഏതാണ്ട് മാനസിക നില തെറ്റിയതുപോലെയാണ്. എന്തായാലും രാത്രിയായപ്പോൾ അവരുറങ്ങാൻ കിടന്നു. ബേസിലാണ് കിടക്കുന്നത്. പാതിരാത്രിയായപ്പോൾ പുറത്തെന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. ഹാർലനും റേയും കൂടെ അതെന്താണെന്ന് ജനാല വഴി നോക്കി. അത് കുറെ മെഷീൻസ് ആയിരുന്നു. കുറച്ചു കഴിഞ്ഞതും മെഷീൻസിന്റെ ഒരു ടെന്റക്കിൾ ബേസ്മെന്റിലേക്ക് കയറി വന്നു. ടെന്റക്കിളിൽ ക്യാമറയും ലൈറ്റും ഒക്കെയുണ്ട്. അതുകൊണ്ട് 3 പേരും വളരെ നിശബ്ദരായിട്ട് ഒളിച്ചിരുന്നു. അവസരം കിട്ടിയപ്പോൾ ഒരു കോടാലി എടുത്ത് ഹാർലൻ അതിനെ വെട്ടാൻ നിന്നു. എന്നാൽ ഒന്നും ചെയ്യരുത്, ചെയ്താൽ നമ്മൾ എല്ലാം തീരുമെന്ന് ആംഗ്യം കാണിച്ച് റേ പറഞ്ഞു. കൂടെ കൊച്ചുമുള്ളതുകൊണ്ട് അവൻ പിന്നെ മണ്ടത്തരമൊന്നും ചെയ്തില്ല. അങ്ങനെ കുറെ നേരം ബേസ്മെന്റ് മുഴുവൻ നോക്കിയിട്ട് ആരുമില്ലെന്ന് തോന്നിയപ്പോൾ ടെന്റക്കിൾ തിരികെ പോയി. അങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതിയപ്പോഴാണ് അവിടെ ഏലിയൻസ് ഇറങ്ങി വന്നത്. വലിയ തലയും കണ്ണുകളും 3 കാലുകളും വിചിത്രമായ രൂപവുമൊക്കെയുള്ള അന്യഗ്രഹ ജീവികൾ. 3 പേരും കൂടെ വീണ്ടും ഒളിച്ചിരുന്നു. ബേസ്മെന്റിൽ വെള്ളം ലീക്ക് ആകുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവര് വന്നത്. വെള്ളം കുടിച്ചിട്ട് ബേസ്മെന്റ് മുഴുവൻ ഏലിയൻസും പരിശോധന നടത്തി. അതിനിടയിൽ ഹാർലൻ തന്റെ തോക്കെടുത്ത് ഒളിച്ചിരുന്ന് ഏലിയൻസിനെ വെടിവെക്കാൻ നോക്കി. പക്ഷെ അവൻ മണ്ടത്തരം ചെയ്യുന്നതിന് മുന്നേ റേ അവനെ തടഞ്ഞു. പിന്നെ തോക്കിന് വേണ്ടി അവർ 2 പേരും കൂടെ സൈലന്റ് ആയിട്ട് മൽപിടുത്തമായിരുന്നു. അവസാനം ഹാർലൻ തന്നെ ജയിച്ചു. അവൻ റേയുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി. എന്നിട്ട് ഏലിയൻസിനെ വെടിവെക്കാൻ നിന്നതും മെഷീൻസിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഉടനെ ഏലിയൻസ് എല്ലാം അവിടെ നിന്നും ഇറങ്ങി തിരിച്ചുപോയി. ശേഷം അവർ ജനാല വഴി പുറത്തോട്ട് നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച ഹാർലനെ ശരിക്കും ഭയപ്പെടുത്തി. നേരത്തെ കുറെ പേരെ കൊല്ലാതെ പിടിച്ചു വെച്ചിരുന്നത് അവരിൽ നിന്നും രക്തമൂറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ രക്തമൂറ്റിയെടുക്കുന്ന കാഴ്ചയാണ് അവർ ജനാലയിലൂടെ കണ്ടത്. സംഭവം ഇങ്ങനെ രക്തമൂറ്റിയെടുത്തിട്ട് ആ ബ്ലഡിൽ എന്തോ ഒരു കെമിക്കൽ കൂട്ടിച്ചേർക്കും. എന്നിട്ട് അതിനെ മുഴുവൻ അവർ മെഷീനിലൂടെ പുറത്തോട്ട് സ്പ്രേ ചെയ്യും. ഇങ്ങനെ സ്പ്രേ ചെയ്യപ്പെടുന്ന ബ്ലഡ് തെറിച്ചു വീഴുന്നിടത്തെല്ലാം ഒരുതരം ചുവന്ന സസ്യജാലം വളരാൻ തുടങ്ങും. ഏലിയൻസിന് ജീവിക്കാൻ ഈ ചുവന്ന സസ്യജാലങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെ ലോകത്തിനെ മുഴുവൻ ചുവന്ന സസ്യജാലങ്ങൾ കൊണ്ട് നിറച്ച് ഭൂമിയെ ഏലിയൻസിന് പറ്റിയ രീതിയിൽ ടെറാഫോം ചെയ്യാനാണ് അവരുടെ പദ്ധതി. എന്തായാലും ഇങ്ങനെ രക്തമൂറ്റിയെടുക്കുന്നത് കണ്ടപ്പോൾ ഹാർലൻ ആകെ പകച്ചുപോയി. അവന്റെ സമതല തന്നെ തെറ്റിപ്പോയി. അവൻ പല കോപ്രായങ്ങളും കാണിക്കാൻ തുടങ്ങി. ഒപ്പം വലിയ ബഹളവും ഉണ്ടാക്കുന്നുണ്ട്. എടാ, നീ ശബ്ദമുണ്ടാക്കിയാൽ ഏലിയൻസ് വീണ്ടും വരും, അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കെ എന്ന് റേ അവനോട് പറഞ്ഞു. പക്ഷേ ഹാർലൻ അതൊന്നും വകവെക്കുന്നില്ല. വകവെച്ചില്ലെന്ന് മാത്രമല്ല, റേയെ അവൻ ആക്രമിക്കുകയും ചെയ്തു. അവസാനം വേറെ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം മകളുടെ സുരക്ഷയെ കരുതി അവനെ റേ കൊന്നുകളഞ്ഞു. പിന്നെ അവർ സമാധാനത്തോടെ കിടന്നുറങ്ങി. പക്ഷേ കുറെ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ നേരത്തെ കണ്ട ടെന്റക്കിൾ വന്നു. അതവരെ കാണുകയും ചെയ്തു. ഇനി രക്ഷയില്ലെന്ന് കണ്ട് റേ കോടാലി എടുത്ത് അതിനെ വെട്ടിമുറിച്ചു. ആ തക്കത്തിൽ പേടിച്ച് റേച്ചൽ ഇറങ്ങി ഓടി. ശേഷം റേ പുറത്തു വന്ന് നോക്കിയപ്പോൾ റേച്ചലിനെ കാണുന്നില്ല. കുറച്ചു ദൂരം ചെന്ന് നോക്കിയപ്പോൾ അകലെ വിശാലമായ വലിയൊരു ഭൂപ്രദേശം മുഴുവൻ ചുവന്ന സസ്യജാലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച കണ്ടു. അത് കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സമയത്തിൽ മെഷീൻ അവനെ പിടിക്കാൻ വന്നു. അവൻ ഓടി ഒരു വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ വണ്ടിയെ മെഷീൻ മറിച്ചിട്ടു. എന്നിട്ട് അവനെ പിടികൂടി. എന്നാൽ അതൊരു മിലിറ്ററി വണ്ടിയായിരുന്നു. അതിൽ നിറയെ ഗ്രനേഡ്സും ഉണ്ടായിരുന്നു. പിടിക്കുന്നതിന് മുന്നേ അവൻ അതിൽ നിന്നും കുറെ ഗ്രനേഡുകൾ എടുത്ത് കയ്യിൽ വെച്ചു. റേയെ പിടിക്കുന്നത് അകലെ നിന്ന് റേച്ചൽ കാണുന്നുണ്ടായിരുന്നു. അവൾ വീണ്ടും അലറി വിളിച്ചു. അങ്ങനെ അവളെ ഈ മെഷീൻ പിടികൂടി. മെഷീന്റെ ഒരു വശത്തിലുള്ള ചെറിയ കൂടയിലാണ് ഇങ്ങനെ പിടിക്കുന്ന മനുഷ്യരെ ഇട്ടിരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ രക്തമൂറ്റിയെടുക്കാൻ വേണ്ടി മെഷീൻ ഒരാളെ കൂടയിൽ നിന്നും എടുത്തു. കുറെ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തയാളെ എടുക്കാൻ വന്നു. ഇത്തവണ റേയെയാണ് പിടികൂടിയത്. ഉടനെ അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡുകളെ എടുത്ത് മെഷീന്റെ ഉള്ളിലേക്ക് എറിഞ്ഞു. അങ്ങനെ ആ മെഷീന്റെ ഉള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടായി. അതിന്റെ ആഘാതത്തിൽ മനുഷ്യരെ ഇട്ടിരുന്ന കൂട ഇളകി താഴോട്ട് വീണു. ഒരു മരത്തിന്റെ മണ്ടയിലാണ് കൂട വന്ന് വീണത്. അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. മെഷീനാണെങ്കിൽ മൊത്തം കത്തി നശിച്ച് നിലം പതിച്ചു. ശേഷം അവർ വീണ്ടും യാത്രയായി. അടുത്ത ദിവസം രാവിലെ റേയും റേച്ചലും ബോസ്റ്റണിലെത്തി.
ഇപ്പോൾ ഏലിയൻസിന്റെ ചുവന്ന സസ്യജാലങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അകലെ ഒരു മെഷീൻ തകർന്നു കിടക്കുന്നതും അവർ കണ്ടു. നിങ്ങളാണോ അതിനെ വെടിവെച്ചിട്ടതെന്ന് റേ ഒരു മിലിറ്ററിക്കാരനോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊന്നും ചെയ്യാതെ തന്നെ മെഷീൻസിന് എന്തോ തകരാറ് പറ്റിയെന്നും അങ്ങനെ കുറച്ചു നേരത്തെ അത് തനിയെ വന്ന് തകർന്നു വീണതാണെന്നും അയാൾ പറഞ്ഞു. ഇത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള നിരവധി മെഷീനുകളും ഇങ്ങനെ സ്വയം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണെന്നും അയാൾ അറിയിച്ചു. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. കുറച്ചു ദൂരം പോയപ്പോൾ വേറൊരു മെഷീനും നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ ചുറ്റിക്കറങ്ങുന്നത് കണ്ടു. അപ്പോഴാണ് റേ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ മെഷീന്റെ മണ്ടയിൽ നിറയെ കാക്കകൾ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മെഷീന്റെ ഷീൽഡ് ഇപ്പോൾ ആക്റ്റീവ് അല്ല. അങ്ങനെയെങ്കിൽ അതിനെ വെടിവെച്ച് നശിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഷീൽഡ് ഓഫ് ആണെന്ന കാര്യം റേ ഒരു മിലിറ്ററിക്കാരന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അയാൾ ഉടനെ കുറെ പട്ടാളക്കാരെ വിളിച്ച് ആ മെഷീനിലേക്ക് മിസൈൽ അയക്കാൻ പറഞ്ഞു. പെട്ടെന്ന് പട്ടാളക്കാരി വന്ന് ആ മെഷീനെ മിസൈലുകൾ വർഷിച്ച് നശിപ്പിച്ചു. അങ്ങനെ അത് വന്ന് തകർന്ന് നിലം പതിച്ചപ്പോൾ അതിന്റെ ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഉള്ളിൽ എന്തായിരിക്കുമെന്നറിയാൻ വേണ്ടി കുറെ പേര് അതിന് ചുറ്റും കൂടി നിന്നു. നിമിഷങ്ങൾക്കകം വാതിലിലൂടെ ഒരു ഏലിയൻ പുറത്തു വന്നു. പക്ഷെ അത് തീരെ അവശനാണ്, അല്ലെങ്കിൽ മേ ബി അവശയാണ്. എന്തായാലും പുറത്തു വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് നാട് നീങ്ങി. എന്ന് വെച്ചാൽ അത് ചത്തുപോയെന്ന്. ഇത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സകല ഏലിയൻസും ഇങ്ങനെ ചത്തുപോയി. അങ്ങനെ ഒടുവിൽ ഏലിയൻസുമായുള്ള യുദ്ധം അവസാനിച്ചു. ശേഷം അവിടെ നിന്നും റേയും റേച്ചലും റേച്ചലിന്റെ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. അവിടെ വീട്ടിന് മുന്നിൽ തന്നെ എക്സ് വൈഫ് റേച്ചലിനെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. റേച്ചൽ ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ഈ സന്തോഷത്തിനിടയിൽ ഞാൻ എങ്ങനെ അവളോട് റോബിയുടെ കാര്യം പറയുമെന്ന് ആലോചിച്ച് റേ വളരെ വിഷമത്തോടെ നിൽക്കുകയായിരുന്നു. എന്നാൽ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും റോബി ഇറങ്ങി വന്നു. അവനെ അന്ന് മിലിറ്ററിക്കാര് രക്ഷിച്ചതാണ്. അവനെ കണ്ടതും റേയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവൻ വന്ന് റേയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ എല്ലാം ശുഭകരമായിട്ട് അവസാനിക്കുന്നതോടെ സിനിമ തീരുകയാണ്. പക്ഷേ ശരിക്കും ഏലിയൻസിന് എന്താണ് സംഭവിച്ചത്? അത് സിനിമയുടെ അവസാനം ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസിലൂടെ പറയുന്നുണ്ട്. ഭൂമിയിലുള്ള സൂക്ഷ്മ ജീവികളാണ് അവരെ കൊന്നുകളഞ്ഞത്. അതായത് പല കോടി വർഷങ്ങളുടെ പരിണാമം കൊണ്ട് ഭൂമിയിലുള്ള സൂക്ഷ്മ ജീവികളുമായിട്ട് ഒത്തുചേർന്ന് ജീവിക്കാനുള്ള കഴിവ് മനുഷ്യൻ ആർജിച്ചെടുത്തിട്ടുണ്ട്. മനുഷ്യന് മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ സൂക്ഷ്മജീവികളെയും പ്രതിരോധിക്കാനും നമ്മുടെ ശരീരത്തിന് കഴിയും. എന്നാൽ ഏലിയൻസ് മറ്റൊരു ഗ്രഹത്തിൽ പരിണമിച്ചവരാണ്. അതുകൊണ്ട് അവരുടെ ശരീരത്തിന് ഭൂമിയിലുള്ള സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കില്ല. അവര് വന്ന് ഭൂമിയുടെ വായു ശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ശരീരത്തിനുള്ളിൽ സൂക്ഷ്മജീവികളും പ്രവേശിക്കാൻ തുടങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ അപ്പോൾ തന്നെ അവരുടെ മരണമണിയും മുഴങ്ങിയിരുന്നു. അങ്ങനെയാണ് അവരെല്ലാം മൃത്യു വരിച്ചത്. മനുഷ്യന്റെ ആയുധങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ അവിടെ വെറും സൂക്ഷ്മജീവികളാണ് ഭൂമിയെ രക്ഷിച്ചത്. അങ്ങനെ സിനിമ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലിട്ട് ഒരു കുത്തു കൊടുക്കണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി സയൻസ് ഫിക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.